നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ ഇപ്പൊ കുടുംബസ്ഥനായില്ലേ, അപ്പോ ഉത്തരവാദിത്തങ്ങൾ ഓരോന്നോരോന്നായി ഏറ്റെടുത്തല്ലേ പറ്റൂ. അതിന്റെ തുടക്കം ഈ പൂജയിൽ തന്നെ ആവട്ടെ, അല്ലേ സുജാതെ? തീർച്ചയായിട്ടും. ഇനി എന്റെ മോനെ ഉത്തരവാദിത്തങ്ങൾ പഠിപ്പിക്കാതെ പറ്റില്ലല്ലോ. സാറ് പൂജ പണത് എനക്കൊന്ന് പാക്കണം മേഡം. എങ്കിൽ ഇനി ഹസ്തരെ അങ്ങോട്ട് നോക്കാം. എന്നെ പാക്കറേ, എന്നെ എന്താ തിരുമേനി? എന്റെ കണ്ണടാ, ഞാൻ എടുത്തോ ഇല്ലേന്നറിയില്ല. അതെടുത്തതാണല്ലോ. കണ്ണട ഇല്ലാതെ ഹസ്തരേഖ നോക്കാൻ കഴിയില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? പിന്നൊരിക്കലാകല്ലേ. അയ്യോ തിരുമേനി, അതിന് മുടക്കം വന്നാല്? അതൊരു മുടക്കമായിട്ട് കണക്കാക്കണ്ട. അറിയുന്നൊരു വിദ്യ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നീട് ഒരിക്കൽ വിശദമായിട്ട് അങ്ങനെ നോക്കാം. എന്താ, നാളത്തേക്കുള്ള ഏർപ്പാടുകൾ ചെയ്യാം. ശരി മോനെ, തിരുമേനിയെ കൊണ്ടുവിട്ടിട്ട് വാ. ശരിയമ്മ. അയ്യോ, തിരുമേനിയുടെ കണ്ണട. അയ്യോ, ഏട്ടൻ അറിഞ്ഞില്ലേ അത്? അത് ഞാൻ തിരുമേനി തന്നെ ശ്രദ്ധിച്ചിരുന്നോണ്ട്. തിരുമേനി, സോറി തിരുമേനി. അത് സാരമില്ല. കുഴപ്പമില്ല തിരുമേനി. പോകുന്ന വഴിക്ക് നമുക്ക് കണ്ണട വാങ്ങിക്കാം. അതിന്റെ ആവശ്യമില്ല. എന്നാലും കഷ്ടമായി പോയല്ലോ. ശ്രദ്ധിക്കണ്ടേ മോനെ? ഞാൻ എന്ത് ചെയ്യാനമ്മേ? വല്ലാത്ത വിഷമമായി പോയല്ലോ. അതങ്ങോട്ട് വിട്ടുകളയാ. എങ്കിൽ തിരുമേനി വരൂ. ഓ, എന്നാ ഞാനങ്ങട്. ഓ, ശരിക്കും പറ്റിപ്പോയതാടാ. ഈശ്വര, വല്ലാത്തൊരു മുടക്കമായല്ലോ. എടോ, അതിന്റെ കാര്യങ്ങളും പരിഹാരങ്ങളും പറഞ്ഞിട്ട് തിരുമേനി അങ്ങ് പോയി. പിന്നെ എന്തിനാ പരിഭ്രമിക്കുന്നത്? ദേ മോള് കേറി വന്ന ദിവസമാണിന്ന്. എന്ത് തടസ്സം ഉണ്ടായാലും ദേ അതെന്നെ കൊണ്ടാ എന്ന് പറയിക്കാൻ വേണ്ടിയാ മോള് കാത്തു നിൽക്കുന്നത്, അല്ലേ മോളെ? നല്ലതല്ലാതെ മറ്റൊന്നും മോളെ കൊണ്ട് സംഭവിക്കില്ല. അത് അമ്മയ്ക്ക് ഉറപ്പുണ്ട്, അല്ലേ മോളെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.